ഇന്ന് എനിക്ക് വന്ന ഓർഡറാണ് മാംഗോ സ്വിസ് റോൾ കേക്ക്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡറാണ്. അപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി. അപ്പോൾ എന്തായാലും കേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ നാളായി യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഇതിൻ്റെ കൂടെ തന്നെ ഓർഡർ ആ കേക്കാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് ഇന്ന് ഓർഡർ കിട്ടിയത് രാവിലെ ഒരു 11 മണിക്കാണ് ഓർഡർ വന്നത്. അപ്പോൾ അവർക്ക് ആവശ്യം ഒരു 4 o'clockനായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഞാൻ ഓർഡർ കേക്കുകൾ അങ്ങനെ എടുക്കാറില്ല, കാരണം എനിക്ക് മിക്ക ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ 1 മണി വരെയും എനിക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ 3 to 6 ലൈവായിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ പറഞ്ഞ പോലെ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ മാംഗോ കേക്ക്, ഇപ്പം മാംഗോയുടെ സീസണാണ് ഇവിടെ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അൽഫോൺസ മാംഗോ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വിസ് റോൾ കേക്കുകളുടെ ബേസ് നല്ല സ്പോഞ്ച് ബേസ്ഡ് ആയിരിക്കും, നല്ല ഷിഫോൺ ടൈപ്പിൽ വരുന്ന അത്യാവശ്യം നല്ല സ്പോഞ്ച് കേക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വെച്ചു. അതുപോലെ തന്നെ കുറേ നാളായി യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെയും അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് തന്നെയാണ്. പിന്നെ ഈ മാംഗോ കേക്കിൻ്റെ ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ഷിഫോൺ ടൈപ്പിൽ വരുന്ന, അതായത് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഷിഫോൺ കേക്കിൻ്റെയും ക്ലാസ് എടുക്കുന്നുണ്ട്, മീൻസ് നമ്മുടെ സ്വിസ് റോൾ കേക്കുകളുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കേക്ക് ബേക്കിങ്ങിൻ്റെ ക്ലാസ്സും വരുന്നുണ്ട്. അതുപോലെ കേക്കിൻ്റെ അഡ്വാൻസ്ഡ് റൈസിങ് ക്ലാസ്സും, അതുപോലെ ബ്രൗണി ഉണ്ടാക്കുന്നത്, കപ്പ് കേക്കിൻ്റെ ക്ലാസ്, കുക്കീസിൻ്റെ ക്ലാസ്, റഷ്യൻ ഹണി കേക്ക്, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഗ്ഗ് മിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. എഗ്ഗ് നമ്മുടെ യോക്കിലേക്ക് മിക്സ് ചെയ്യുക. അതിന് ശേഷം ബൗൾ ചെറുതായതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റിൻ്റെ ബൗളിലേക്ക് തന്നെ മാറ്റി മിക്സ് ചെയ്തു. പിന്നെ ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ബാറ്ററൊക്കെ റെഡിയാക്കി ടിന്നിലേക്ക് വെച്ചു. ഒരു 12:30 മണിയായപ്പോഴേക്കും എനിക്ക് കേക്ക് 12:40 ഒരു അരമണിക്കൂറിനുള്ളിൽ കേക്കിൻ്റെ ബേസ് റെഡിയായി. ആ സമയം കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കി എടുത്തു. അതിൻ്റെ അകത്ത് അൽഫോൺസ മാംഗോ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പീസ്, അവർക്ക് കൂടുതലും മാംഗോ റിച്ച് ആ ഒരു ടേസ്റ്റ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാംഗോയുടെ ടേസ്റ്റ്. അപ്പോൾ അതും മിക്സ് ചെയ്തു, ഞാനത് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ഞാൻ സ്വിസ് റോളിനെ, നമ്മൾ സാധാരണ ചെയ്യുന്ന ബേസ് അല്ല സ്വിസ് റോളിന് യൂസ് ചെയ്യുന്നത്. സ്വിസ് റോളിൽ മൈദയൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ക്രാക്ക് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്, എനിബഡി ക്യാൻ കുക്ക് ഡിഷസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 7722077050 എന്നുള്ള നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ ഞാൻ അയച്ചു തരും.